അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ഫോണ് പൊട്ടിയ വിവരം ജ്യേഷ്ഠത്തിയും മോളും കൂടെ എൻ്റെ ഫോൺ പൊട്ടിച്ചു. കുറേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത്. എന്നാലും നമുക്കത് തിരിച്ചു പിടിക്കണ്ടായോ? ഇത്രയൊക്കെ നമ്മൾ 2 വർഷം കൊണ്ട് കഷ്ടപ്പെടുന്നതല്ലേ. ഒരുപാട് പ്രതീക്ഷയോടെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. ഇത്രമേലൊക്കെ ആയതിനു ശേഷം ഫോൺ പൊട്ടിച്ചത് കൂടാതെ തന്നെ അതിലെ വീഡിയോകളെല്ലാം ഡിലീറ്റാക്കി. ഫോണില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു വീഡിയോകളെല്ലാം ഡിലീറ്റാക്കി വരാം. മറ്റൊരു ഫോണുണ്ട് എൻ്റെ കയ്യിൽ, എൻ്റെ മോൻ്റെ ഒരു ഫോണാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോണായതുകൊണ്ടത് പിന്നെ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് അനങ്ങാതെ സ്റ്റക്കായി അങ്ങ് നിൽക്കുമായിരുന്നു. അങ്ങനെ അത് ഇതിനൊരു സപ്പോർട്ടായിട്ട് വെക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോൺ എടുക്കാനായിട്ട് പോവുകയാണ്. അൻസാരിയും അനിയത്തിയുടെ മോനും കായംകുളത്ത് നിന്നാണ് പോകുന്നത്. അവർ കായംകുളത്താണ് താമസിക്കുന്നത്. അനിയൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. അനിയത്തി ഇല്ലായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എരുവിയിൽ നിന്നും കായംകുളത്തേക്ക് പോയി. രവീസിലാണ് പോയത്. രവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയത്തിയുടെ വീടിനടുത്താണ് അവരുടെ വീട്. ഒരുപാട് നാളുകൊണ്ട് അവരവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്, മൊബൈലൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ കടയിൽ ചെന്ന് ഞങ്ങൾ കുറേ ഫോണുകളൊക്കെ, ഞാൻ പറഞ്ഞ എനിക്ക് പഴയത് എൻ്റെ കയ്യിലിരുന്ന സാംസങ്ങിൻ്റെ ഒരു സെറ്റാണിരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ നോക്കി ഒന്നും നമ്മുടെ കയ്യിലെ പൈസയ്ക്ക് ഒത്തു വന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഓപ്പോയുടെ തന്നെ ഒരു സെറ്റെടുത്ത്, ഒരുവിധം തെറ്റില്ലാത്ത നമ്മുടെ കയ്യിലെ എമൗണ്ടിന് പറ്റിയൊരു സെറ്റെടുത്ത് വന്ന് വിലയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ക്യാഷ് തികഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അതവിടെ തന്നെ വെച്ചിട്ട് വീട്ടിൽ വന്ന് മറ്റൊരാടെ കൂടി വിളിച്ച് കുറച്ച് കാശ് കൂടെ ഒക്കെ ആക്കി വിളിച്ച് ഞാൻ ചോദിച്ച ആൾ കാശ് തന്ന്. അങ്ങനെ കൊണ്ടുപോയി വീണ്ടും രാത്രി തന്നെ പോയി ഞങ്ങൾ അന്ന് എടുത്ത് കേട്ടോ. ഇറങ്ങി ഞങ്ങൾ ഫോണിന് എടുക്കാനായിട്ട് ഇറങ്ങിയ ദിവസം തന്നെ എടുത്ത് ഫോണ്. അപ്പോൾ അവർ എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്ന് നമ്മുടെ സിമ്മിട്ട് നമ്മുടെ ID അടിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അങ്ങനെ പിന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് അതിനകത്തൊരു ചാർജറും പിന്നെ അതിൻ്റെ വള്ളി ഇതും ഉള്ളായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ അത് 2-3 ദിവസം ഞാൻ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, നല്ല സെറ്റാണ്. പിന്നെ ഇതിനകത്തെ ഒന്നും എനിക്കറിയത്തില്ലല്ലോ, ഒന്നും പറഞ്ഞു തരാനും എടുക്കാനും ഒന്നും എനിക്കറിയില്ല. നമ്മൾ പഴയതുപോലെ തന്നെ വീഡിയോ ഇങ്ങനെ നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിൽ പിടിക്കുന്നു. അതിൽ പിന്നെ പഴയതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇടുന്ന എല്ലാവരും വീഡിയോകൾ കണ്ടു തരുന്നവർക്ക് ഒരുപാട് നന്ദി. പിന്നെ ഒരുപാട് പേരും വീഡിയോകൾ കാണാൻ എനിക്ക് അങ്ങോട്ട് വരാനും പറ്റുന്നില്ല, അവരിങ്ങോട്ടും വരുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ സമയക്കുറവ് കൊണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫോണും റെഡിയല്ലായിരുന്നു. ഇനി എല്ലാവരുടെ ഫോണും വീഡിയോയും പഴയതുപോലെ കണ്ടു തരാം. എന്നാലും എൻ്റെ വീഡിയോകൾ കാണുന്നവരുടെ എല്ലാം കമൻറ്റ് വരുന്നവരുടെ എല്ലാം വീഡിയോ ഞാൻ അന്നേരം എൻ്റെ സമയം പോലെ ഞാൻ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരുപാട് വ്യൂസ് കുറഞ്ഞേക്കുവാണിപ്പോൾ. പിന്നെ പഴയതുപോലെ ഡോളർ കയറുന്നില്ല. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും അതുപോലെ തന്നെ സപ്പോർട്ട് കാണും. പിന്നെന്താ, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അതുപോലെ തന്നെ രവീസിൽ നല്ല കളക്ഷനാണ്.